ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഈദ് മുബാറക്ക്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അറിയാലോ, ഒരു കുഞ്ഞ് ഈദ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എണീച്ചിട്ട് എൻ്റെ മെഹന്തിയും കാര്യങ്ങളൊക്കെ കേട്ടോ നോക്കുന്നത്. കാരണം നല്ല പോലെ ചുവന്നിട്ടുണ്ടായിരുന്നു, സംഭവം അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇതിലും ചുവപ്പ് വരും കേട്ടോ. അങ്ങനെ അതൊക്കെ ആസ്വദിച്ച് നേരെ ഞാൻ കിച്ചണിലേക്കാണ് കേട്ടോ പോയത്. അപ്പോഴത്തേനും അവിടെ കറിയൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ ബിരിയാണിയിലേക്കുള്ള ചിക്കൻ പൊരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ പണിയിൽ കടന്നു. അടിച്ചോരി തുടക്കാനുണ്ടായിരുന്നു. അങ്ങനെ വേഗം അതൊക്കെ ചെയ്തു. പിന്നെ ഉമ്മനോട് സവാള തൊലിച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേഗം തന്നെ അതും ചെയ്തിട്ട് ഞാൻ വേഗം കുളിക്കാനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം എല്ലാവരും പള്ളിയിൽ നിന്ന് വരുമ്പോഴത്തേനും കുളിയും ഫുഡ് കഴിക്കലൊക്കെ കഴിയണം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നേരെ പത്തിരിയും ബീഫാണ് കഴിക്കുന്നത്. എപ്പോഴും രാവിലെ പത്തിരിയും ബീഫാണ് ഉണ്ടാവുക പെരുന്നാൾക്ക്. അത് കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് ഓരോരുത്തരായി വരാൻ തുടങ്ങിയതൊക്കെ കസിൻസാണ് കേട്ടോ. പിന്നെ ഹെനാപ്പിനെ ഒരുക്കിയിട്ട് അവളെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെയും ആൾക്കാർ പള്ളിയിൽ നിന്ന് വരാൻ തുടങ്ങി. അങ്ങനെ അവരോടൊക്കെ ഈദ് മുബാറക്കൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു എല്ലാവർക്കും. അങ്ങനെ പിന്നെ ഞാൻ നേരെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഒരുങ്ങാൻ പോയിട്ടാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് ടച്ചപ്പ് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ കുറേ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിരികം ഒന്ന് സെറ്റ് ചെയ്തിട്ട്, എത്ര പിരികം സെറ്റ് ചെയ്താലും എൻ്റെ പിരികം ഒരു മെനക്കെട്ട പിരികമാണ് കേട്ടോ. അങ്ങനെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് ഞാൻ മീഷോന്നാട്ടോ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതെൻ്റെ സെക്കൻഡ് ഡ്രസ്സ്. ഇതാണ് കേട്ടോ ഞാൻ ഷോപ്പിൽ പോയിട്ട് എടുത്ത ഡ്രസ്സ്. പിന്നെ കുറേ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്ന് നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നത്. ബിരിയാണിയാണ്. അങ്ങനെ ഫുഡൊക്കെ നല്ല ആസ്വദിച്ച് കഴിച്ചു. അപ്പത്തിനും ഭയങ്കര ക്ഷീണമായിട്ടാണ്. പിന്നെ ഭയങ്കര ദാഹം. ഒരു പൈനാപ്പിൾ ജ്യൂസൊക്കെ അടിച്ച് കുടിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം നല്ല ചൂടാണ് കേട്ടോ പുറത്ത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഹാങ് ഓവറിൽ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഉറങ്ങാൻ പറ്റിയില്ല. അതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ മൂത്താപ്പാടെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞത്. എൻ്റെ ഉമ്മയുടെ അനിയത്തി മക്കളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിൽ കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ അവർ കുറേ ആയി പറയുന്നു അങ്ങോട്ട് പോകണമെന്ന്. പിന്നെ അവിടെ പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വേഗം ഞങ്ങൾ അങ്ങോട്ട് വെച്ച് പിടിച്ച്. നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ഭാഗം കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമാണ്. ഈ വീടിൻ്റെ ഫ്രണ്ടിലിരുന്ന് നോക്കിയാൽ നേരെ പുഴയാണ് കേട്ടോ കാണുന്നത്. സത്യം പറഞ്ഞാൽ ഒരു വട്ടിയിൽ ഇങ്ങോട്ട് വരണം, അത്രയും നല്ല ഭംഗിയാണ്. ഫുള്ള് ബോട്ടും വഞ്ചിയൊക്കെ ആയിട്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ വീട് ഇവിടെ ആണെങ്കിലും എപ്പോഴൊന്നും ഇങ്ങോട്ട് വരില്ല കേട്ടോ, വല്ലപ്പോഴും വരവുള്ളൂ. എൻ്റെ വീട് കടലിൻ്റെ അടുത്താണെങ്കിലും ഇവരുടെ വീട് പുഴയുടെ അവിടെയാണ് കേട്ടോ. എൻ്റെ വീട് കടലിൻ്റെ അവിടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വല്ലപ്പോഴേ പോകുള്ളൂ അങ്ങോട്ടൊക്കെ. പിന്നെ അവിടുത്തെ ചായടിയൊക്കെ കണ്ടിട്ട് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.